നമ്മുടെ സ്നേഹത്തെ അറിയിക്കുകയാണ്. ഈ രാവിലെ ആരംഭിച്ച ഈ പരസ്യയോഗ പരമ്പരകളുടെ ഭാഗമായി ഈടത്തും എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് അവസരങ്ങളെ ഒരുക്കി. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും പുതുവത്സര ആശംസകൾ ഞങ്ങൾ നേരുകയാണ്. ഈ പുതിയ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആനന്ദവും, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടയപ്പെട്ട എല്ലാ വഴികളും തുറന്ന് വരട്ടെ എന്നും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഈ മാറ്റമില്ലാത്ത സുവിശേഷം ആരെല്ലാം സ്വീകരിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം ജീവിതങ്ങൾ മാറിയതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഏതെല്ലാം കുടുംബങ്ങൾ, ഏതെല്ലാം വ്യക്തികൾ, ഏതെല്ലാം രാജ്യങ്ങൾ ഈ സുവിശേഷത്തെ സ്വീകരിച്ചിട്ടുണ്ടോ ആ രാജ്യം മുഴുവൻ മാറുവാനിടയായിത്തീർന്നു. ഒരിക്കൽ ലോകാരോഗ്യ സംഘടന ഇപ്രകാരം പറയുവാനിടയായിത്തീർന്നു: ഉഗാണ്ട എന്ന് പറയുന്ന രാജ്യം 2003 ആകുമ്പോഴത്തേക്കും അവിടെയുള്ള ഭൂരിപക്ഷം ജനങ്ങളും എയ്ഡ്സ് എന്ന് പറയുന്ന മാരക രോഗത്താൽ പിടിക്കപ്പെട്ട് ആ രാജ്യം തകർന്ന് തരിപ്പണമാകുമെന്ന് ഉഗാണ്ട എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് ലോകാരോഗ്യ സംഘടന പറയുവാനിടയായിത്തീർന്നു. നമ്മളും പണ്ടൊക്കെ പറയുമായിരുന്നു, എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ പറയുന്നു ഉഗാണ്ടയിൽ പോയി പറയടാ എന്ന് പറയും. അർത്ഥം, ഉഗാണ്ടയെ വളരെ പുച്ഛിച്ച് പരിഹസിച്ച് ഒന്നുമില്ലാത്ത ശൂന്യമായിരിക്കുന്ന ഒരിടം എന്ന് പറഞ്ഞാണ് ഉഗാണ്ടയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞ ഒരു വാക്കായിരുന്നു നീ പോയി ഉഗാണ്ടയിൽ പോയി പറയുക എന്നുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഉഗാണ്ടയിൽ സുവിശേഷം കടന്നു ചെല്ലുവാനിടയായി. ഉഗാണ്ട 2003 ആകുമ്പോഴത്തേക്കും ഒരു വലിയ എയ്ഡ്സ് എന്ന് പറയുന്ന മാരക രോഗത്താൽ പിടിക്കപ്പെട്ട രാജ്യം മുഴുവൻ തകരുമെന്ന് പറഞ്ഞ ഇടം സുവിശേഷത്തെ ആ രാജ്യം സ്വീകരിക്കുവാനിടയായി. ഉഗാണ്ടയുടെ പ്രസിഡന്റ് ഒരു ലേഡി കടന്നു വരുവാനിടയായിട്ട് ആ സഹോദരി യേശുവിനെ സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു. അവർ അവിടെയുള്ള ആ പട്ടണത്തിൽ ഉള്ള എല്ലാവരെയും ഒരിക്കൽ സ്റ്റേഡിയത്തിലേക്ക് ക്ഷണിക്കുവാനിടയായിത്തീർന്നു. സ്റ്റേഡിയത്തിൽ ക്ഷണിക്കുന്ന ആ സന്ദർഭത്തിൽ ആ പ്രത്യേകമായിരിക്കുന്ന ഒരു മീറ്റിങ്ങിൽ വെച്ച് അവർ പരസ്യമായി ഇങ്ങനെ പറഞ്ഞു: ഉഗാണ്ടയുടെ കർത്താവ് യേശു ക്രിസ്തു ആയിരിക്കും. ഞങ്ങൾ യേശുവിനെ ഉഗാണ്ടയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഉഗാണ്ടയുടെ നാഥനും കർത്താവുമായി യേശു കടന്നു വരണം. ഞങ്ങൾ ഉഗാണ്ട എന്ന് പറയുന്ന രാജ്യം യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുന്നു, സുവിശേഷത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. നിങ്ങൾക്കറിയാമോ, ഇന്ന് ലോകത്തിലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പട്ടികയിൽ ഉഗാണ്ടയുടെ പേര് ചേർക്കപ്പെടുവാനിടയായിട്ട്. ഉഗാണ്ടയിൽ എയ്ഡ്സ് ബാധിതരായി മരിക്കുമെന്ന് ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച ഉഗാണ്ട ഇന്ന് എയ്ഡ്സിൽ നിന്നും മുക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ചെറുപ്പക്കാർ എല്ലാവരും സാംസ്കാരിക സമ്പന്നരായി മാറിക്കൊണ്ടിരിക്കുക. അവർ കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവുള്ളവരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിലെ കാര്യം എന്തായിരിക്കുന്നു? അവർ സുവിശേഷത്തെ സ്വീകരിച്ചതുകൊണ്ടാണ്. ഉഗാണ്ട എന്ന് പറയുന്ന ഒരു രാജ്യം മുഴുവൻ മാറുവാനിടയായി. അതിൻ്റെ അർത്ഥം, ഒരു രാജ്യം യേശുവിനെ സ്വീകരിച്ചു. യേശു ആണ് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ കർത്താവ് എന്ന് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് പരസ്യമായി വിളിച്ചു പറഞ്ഞപ്പോൾ ആ രാജ്യത്തിന് വലിയ മാറ്റമുണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെയും യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ വ്യക്തിപരമായി സ്വീകരിച്ചിട്ടില്ലാത്ത വ്യക്തിയായിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ യേശുവിന് വേണ്ടി സമർപ്പിക്കുക. പറയണം: യേശു എൻ്റെ കുടുംബത്തിൻ്റെ നാഥനും കർത്താവും രക്ഷകനും രക്ഷിതാവുമായി യേശുവെ അവിടുന്ന് കടന്നു വരണമേ എന്ന് നിങ്ങൾ പറയുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തുവാനിടയായിത്തീരും. നിങ്ങളുടെ തലമുറകളുടെ അവസ്ഥകൾക്ക് ദൈവം മാറ്റം വരുത്തുവാനിടയായിത്തീരും. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്, തകർന്നുപോയ ഒരു വ്യക്തിയായിരുന്നു കുറേനക്കാരനായിരിക്കുന്ന ശീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി ഗോൽഗോഥയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോൽഗോഥയിലേക്ക് യേശുവിനെ കൊണ്ടുപോകുന്ന സന്ദർഭത്തിലാണ് ഒരു വലിയ പുരുഷാരം യേശു ക്രിസ്തുവിന് പുറകെയുണ്ട്. യേശു ക്രിസ്തുവിന് പുറകെയുള്ള പുരുഷാരം യേശു ക്രിസ്തുവിന് ജയ് വിളിക്കുന്നവരല്ല. എന്നാൽ ചില ദിവസങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തുവിന് ജയ് വിളിച്ചവരാണ്. അഥവാ ദാവീദ് പുത്രനായിരിക്കുന്ന യേശുവെ ഞങ്ങളെ വന്ന് രക്ഷിക്കുക എന്ന് പറഞ്ഞ് ഹോശന്ന പാടിയ ജനമാണ്. പക്ഷെ
2-3 ദിവസങ്ങൾ 4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ ജനം തന്നെ അവനെ ക്രൂശിക്കുക എന്ന് പറയുവാനിടയായി. ഇതുതന്നെയാണ് ലോകം എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ പ്രത്യേകത, ലോകം നിങ്ങൾക്ക് വേണ്ടി ജൈവിക്കും. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ലോകം നിങ്ങളോട് കൂടെ നിൽക്കുവാനിടയായിത്തീരും. കൂട്ടുകാർ നിങ്ങളോട് കൂടെ നിൽക്കുവാനിടയായിത്തീരും. എല്ലാവരും കൂടെ നിൽക്കുവാനിടയായിത്തീരും. പക്ഷെ ആരോഗ്യം നഷ്ടപ്പെട്ട്, പണം നഷ്ടപ്പെട്ട്, ബന്ധങ്ങൾ നഷ്ടപ്പെട്ട്, സമൂഹത്തിലുള്ള സ്റ്റാറ്റസ്, നിലയും വിലയും നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവരെല്ലാം അകന്നു പോകുവാനിടയായിത്തീരും. അങ്ങനെ ഒറ്റപ്പെടുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. അതെ, ഇതാ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. യേശു ക്രിസ്തുവിനോട് കൂടെ ഒരു വലിയ പുരുഷാരമുണ്ട്. ആ പുരുഷാരം ഇങ്ങനെയാണ് പറയുന്നത്: ഇവനെ ക്രൂശിക്കുക, ഇവനെ ക്രൂശിക്കുക, ക്രൂശിക്കുക. യേശു ക്രിസ്തു ഒരു തെറ്റും ചെയ്തിട്ടല്ല. യേശു മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു ആ ക്രൂശിനെ സ്വയം ഏറ്റെടുക്കുവാനിടയായിത്തീർന്നു. ക്രൂശ് ഒരു ശാപത്തിൻ്റെ അടയാളമായിരിക്കുന്നു. ക്രൂശ് ഏറ്റവും നീചന്മാരായിരിക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കുന്ന ശിക്ഷാരീതിയായിരുന്നു ക്രൂശ് എന്ന് പറയുന്നത്. സമൂഹത്തിൽ ഏറ്റവും ശപിക്കപ്പെട്ടവരും, സമൂഹത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ടവരും, സമൂഹത്തിൽ എല്ലാവരാലും ത്യജിക്കപ്പെട്ട വ്യക്തി, സമൂഹം മുഴുവൻ വെറുക്കുന്ന വ്യക്തിക്ക് കൊടുത്ത ശിക്ഷാരീതിയായിരുന്നു ക്രൂശ് എന്ന് പറയുന്നത്. ആ ക്രൂശിൽ ദീർഘമായിരിക്കുന്ന മണിക്കൂറുകൾ കിടക്കുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തെ അവിടെ വട്ടമിട്ട് ചുറ്റിപ്പറക്കുന്ന കഴുകന്മാർ അത് കൊത്തിപ്പറിച്ച് അവൻ്റെ കണ്ണുകളും ശരീരത്തിൻ്റെ മാംസഭാഗങ്ങൾ മുഴുവൻ കൊത്തിപ്പറിച്ചെടുത്ത് ഒരു വികൃത രൂപത്തിൽ, പ്രാകൃതമായിരിക്കുന്ന രൂപത്തിൽ ആ ക്രൂശിൽ കിടന്ന് ജീവൻ വെടിയുന്ന അനുഭവങ്ങളാണ് നമുക്ക് ആ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ, ക്രൂശിൻ്റെ ശിക്ഷാരീതിയോടുള്ള ബന്ധത്തിൽ നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അങ്ങനെ ശാപത്തിൻ്റെ പ്രതീകമായിരിക്കുന്ന ക്രൂശും വഹിച്ചുകൊണ്ട് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തന്നെ ക്രൂശിക്കുന്ന ഇടമായിരിക്കുന്ന ഗോൽഗോഥയിലേക്ക് അഥവാ കാൽവറിയിലേക്ക് യേശു കടന്നു പോവുകയാണ്. കാൽവറിയിലേക്ക് യേശു കടന്നു പോകുമ്പോഴാണ് വയലിൽ നിന്നും കയറി വരുന്നവനായിരിക്കുന്ന കുറേനക്കാരനായിരിക്കുന്ന ശീമോനെ കാണുകയാണ്. യേശു കർത്താവ് ആ ക്രൂശുമായി കടന്നു വരുമ്പോൾ ആ ക്രൂശിനെ യേശു ചുമക്കുകയാണ്. ആ ക്രൂശ് ചുമന്നുകൊണ്ടിരിക്കുമ്പോൾ, കാരണം തലേ രാത്രി മുഴുവൻ യേശു ക്രിസ്തുവിനെ അവർ വളരെയധികം റോമൻ സാമ്രാജ്യത്തിൻ്റെ പടയാളികൾ യേശുവിനെ വളരെയധികം പീഡിപ്പിക്കുവാനിടയായിത്തീർന്നു. ശാരീരികമായി യേശു വളരെയധികം തകർക്കപ്പെടുവാനിടയായിത്തീർന്നു. അങ്ങനെ തകർക്കപ്പെട്ട ശരീരത്തിന് ഉടമസ്ഥനായിരിക്കുന്ന യേശു യാത്ര ചെയ്തു വരികയാണ്. അപ്പോൾ ആ ക്രൂശ് യേശു ചുമന്നുകൊണ്ടു പോകുമ്പോൾ യേശു ആ ക്രൂശുമായി ഒരിടത്തിൽ വന്നപ്പോൾ വീഴുവാനിടയായിത്തീർന്നു. യേശു വീഴുകയാണ്. അപ്പോൾ ഈ ക്രൂശ് ഒന്ന് പൊക്കിക്കൊടുക്കണം. ആ ക്രൂശ് ഒന്ന് പൊക്കിക്കൊടുക്കണം. ആരെയും കാണുന്നില്ല. ആ സമയത്താണ് കുറേനക്കാരനായിരിക്കുന്ന ശീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ അതുവഴി കടന്നു വരുന്നത്. അവനൊരു അടിമയാണ്. ആ അടിമയായിരിക്കുന്ന മനുഷ്യൻ വല്ലവൻ്റെയും വയലിൽ പോയി പണിയെടുത്ത് വളരെ കഷ്ടപ്പെട്ട് അടിമയായിരിക്കുന്ന ആ മനുഷ്യൻ എങ്ങനെയെങ്കിലും തൻ്റെ മക്കളായിരിക്കുന്ന ഈ അലക്സാണ്ടറിനെയും റൂഫോസിനെയും തൻ്റെ ഭാര്യയെയും ആ കുടുംബത്തിനെങ്ങനെയും എത്തിച്ചേരുക എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആ അടിമയായിരിക്കുന്ന മനുഷ്യൻ കടന്നു പോവുകയാണ്. കടന്നു പോകുമ്പോഴാണ് ഈ ക്രൂശ് പൊക്കിക്കൊടുക്കുവാൻ ആരുമില്ല. യേശു ആ ക്രൂശുമായി വീണ് കിടക്കുന്നു. യേശുവിൻ്റെ മുകളിൽ ആ ക്രൂശ് കിടക്കുകയാണ്. ഇതൊന്ന് പൊക്കിക്കൊടുക്കുവാനായിട്ട് ആരുമില്ല. കാരണം ആരും യേശുവിനെ തൊടുകയുമില്ല. ഈ ക്രൂശിനെ ആരും തൊടുകയില്ല. എന്തുകൊണ്ടെന്നറിയാമോ? ഇത് ശാപത്തിൻ്റെ, യേശു ശപിക്കപ്പെട്ടവനാണ്. യേശു വഹിക്കുന്ന ക്രൂശും ശാപത്തിൽ ശപിക്കപ്പെട്ടതായിരിക്കുന്നു എന്ന് അവർക്ക് ഒരു അറിവുണ്ട്. അതിനാൽ ആരും തൊടുവാൻ തയ്യാറല്ല. പ്രിയപ്പെട്ടവരെ, യേശുവിൽ നിന്നും എത്രയോ നന്മകൾ അനുഭവിച്ചവരുണ്ടെന്നറിയാമോ? യേശുവിൽ നിന്നും സൗഖ്യം പ്രാപിച്ചവർ, യേശുക്രിസ്തുവിൽ നിന്നും ഭക്ഷണം കഴിച്ചവർ, യേശുക്രിസ്തുവിൽ നിന്നും യേശുക്രിസ്തുവിൽ നിന്നും തൻ്റെ കണ്ണുകൾ സൗഖ്യമായവർ, യേശുക്രിസ്തു മുഖാന്തരം ചെവികൾ തുറക്കപ്പെട്ടവർ, യേശുക്രിസ്തു മുഖാന്തരം സംസാരിക്കുവാൻ കഴിഞ്ഞവർ, യേശുക്രിസ്തു മുഖാന്തരം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവർ, അങ്ങനെ നിരവധിയായിരിക്കുന്ന പുരുഷാരത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് യേശു പോകുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, അവരാരും യേശുവിനെ സഹായിക്കുവാൻ വന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ സഹായിച്ച അനേകരുണ്ടായിരിക്കും. ജീവിതത്തിൻ്റെ കഷ്ടങ്ങളും നഷ്ടങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിങ്ങളുടെ പലർക്കും കടന്നു വന്നപ്പോൾ നിങ്ങൾ അവരെ ചേർത്ത് പിടിച്ചവരും നിങ്ങൾ അവരെ സഹായിച്ചവരുമായിരിക്കാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഷ്ടത വന്നപ്പോൾ മാറി കടന്നു പോകുന്നവർ. അതുകൊണ്ടാണ് സാധു കൊച്ചുകുഞ്ഞുപദേശി പാടിയ ഒരു പാട്ട് വളരെ അർത്ഥവത്തായിരിക്കുന്നു എന്ന് പറയുന്നത്. അതിങ്ങനെയാണ് കാണാൻ കഴിയുന്നത്: കണ്ണും കാണാതെയും
പോകുന്നവർ, എന്നാൽ എനിക്ക് സഹായകൻ പാരിൽ ഉണ്ട് എന്നറിഞ്ഞതിൻ്റെ സന്തോഷമായിരിക്കുന്നു. ഈ ഭൂമിയിൽ അതെ അനവധി പേര് കണ്ടവരും അറിഞ്ഞവരും അതെ നമ്മിൽ നിന്നും പല നന്മകൾ സ്വീകരിച്ചവർ, അവർ പലപ്പോഴും അത് അനുഭവിച്ചറിഞ്ഞിട്ട് അവർ മാറിക്കടന്നു പോകുന്ന അനേകരുണ്ട്. അതെ, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ നന്മ അനുഭവിച്ച അനേകരുണ്ടായിരുന്നു. എന്നാൽ അവർ യേശു അനുഭവിച്ച വലിയ പ്രതിസന്ധിയുടെ നടുവിൽ യേശുവിൻ്റെ ക്രൂശ് ഒന്ന് പൊക്കിക്കൊടുക്കുവാൻ അവർ തയ്യാറായില്ല. കാരണം അവർക്കറിയാം, ഈ ക്രൂശിനെ തൊട്ടാൽ, ശപിക്കപ്പെട്ടവനായിരിക്കുന്ന യേശുവിനെ തൊട്ടാൽ അവർ ശാപത്തിൻ്റെ കീഴിലായി പോകുമെന്നാണ് അവർ ചിന്തിക്കുവാനിടയായിത്തീർന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതെ യേശു ആ ക്രൂശുമായി അവിടെ കിടക്കുമ്പോൾ അതെ കുറേനക്കാരനായിരിക്കുന്ന ശീമോൻ അവനെ നിർബന്ധിക്കുകയാണ്. അവന് ആഗ്രഹമില്ല. അവനും അറിയാം, ഒന്നാമതായി എൻ്റെ കുടുംബം ശാപത്തിൻ്റെ കീഴിലാണ്, ഞങ്ങൾ ശാപത്തിൻ്റെ കീഴിലായിരിക്കുകയാണ്, മറ്റൊരുവൻ്റെ അടിമത്വത്തിൻ്റെ കീഴിലായിരിക്കുകയാണ്, എൻ്റെ തലമുറയും അടിമത്വത്തിനായിരിക്കുകയാണ്. അതിനാൽ ശപിക്കപ്പെട്ട കുടുംബമാണ് എൻ്റേത്. ഇനി ആ ശാപത്തിൻ്റെ മുകളിൽ മറ്റൊരു ശാപം വരുവാൻ, ഞാൻ അനുഭവിക്കുന്ന ശാപത്തിൻ്റെ ആ തിക്തമായിരിക്കുന്ന അനുഭവങ്ങൾ എൻ്റെ തലമുറകൾ അനുഭവിക്കരുത് എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ആ ക്രൂശ് തൊടുമോ, ആ ക്രൂശിനൊന്ന് പൊക്കിക്കൊടുക്കുമോ? പക്ഷെ പടയാളികളുടെ ഭീഷണിയിൽ അടിമയായിരിക്കുന്നവന് മറുവാക്ക് പറയുവാൻ കഴിയത്തില്ല, എതിർക്കുവാനുള്ള കരുത്തും അവന് ശേഷിയുമില്ല. ആ പടയാളികളുടെ വാക്കിന് മുമ്പിൽ പഞ്ചപുച്ഛ മടക്കി നിന്നുകൊണ്ട് അവൻ ആ ക്രൂശിൻ്റെ കുടുംബഭാഗം ഒന്ന് ഉയർത്തിക്കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ? അതെ, യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്നും ഒഴുകിയ രക്തത്താൽ ആ ക്രൂശ് മുഴുവൻ, യേശുവിന്റെ ശരീരത്തിലെ രക്തമാണ് ആ ക്രൂശിനകത്ത് മുഴുവനുള്ളത്. യേശുവിന്റെ ശരീരത്തിൽ നിന്നും ഒഴുകിയ രക്തത്താൽ ആ ക്രൂശ് മുഴുവൻ അതെ രക്തത്തിന്റെ ചുവപ്പ് നിറമാണ് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഉലകരക്ഷകനായിരിക്കുന്ന മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി വിണ്ണുവിട്ട് മണ്ണിലേക്ക് ഇറങ്ങി വന്ന നസയനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ അതേ ശരീരത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ ആ തിരുനിണം സ്പർശിച്ചപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയാം, നൂറ്റാണ്ടുകളായി അവന്റെ മേലുണ്ടായിരുന്ന ശാപത്തിന്റെ കെട്ടുകൾ പൊട്ടുവാനിടയായി തീർന്നു. യേശുക്രിസ്തു ചുവന്നുകൊണ്ടുപോയ ക്രൂശിനെ അവൻ ഉയർത്തിക്കൊടുക്കുമ്പോൾ യേശുവിന്റെ ശരീരത്തിൽ നിന്നും വീണ ആ രക്തത്തുള്ളികൾ അവന്റെ ശരീരത്തിൽ പറ്റിയപ്പോൾ തന്നെ അവന്റെ മേലുണ്ടായിരുന്ന ശാപത്തിന്റെ കെട്ടുകൾ, ദീർഘവർഷങ്ങളായി നൂറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന ശാപത്തിന്റെ കെട്ടുകൾ പൊട്ടുവാനിടയായി തീർന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും ഈ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ അരികിലേക്ക് വരുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നൂറ്റാണ്ടുകളായി, നാളുകളായി, തലമുറയായി കിടക്കുന്ന ശാപത്തിന്റെ കെട്ടുകൾ യേശുവിൻ നാമത്തിൽ തകർന്നു പോകുവാനിടയായിത്തീരും. നിങ്ങളുടെ തലമുറകൾ രക്ഷപ്പെടുകയില്ല എന്ന് സമൂഹവും പൈശാചിക മണ്ഡലങ്ങളും അല്ല എങ്കിൽ മറ്റ് അനേകർ ഒരിക്കലും നിങ്ങൾ രക്ഷപ്പെടുകയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറകൾ രക്ഷപ്പെടുകയില്ല എന്നായിരിക്കാം വിധി എഴുതിയിരിക്കുന്നത്. എന്നാൽ യേശുവിന്റെ അരികിലേക്ക് കടന്നു വരുവാൻ തയ്യാറാണോ? യേശുവിന്റെ ക്രൂശിന്റെ അരികിലേക്ക് കടന്നു വരുവാൻ തയ്യാറാണോ? യേശുവിന്റെ രക്തം നിങ്ങളുടെ സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കുക മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ രക്തം നിങ്ങളുടെ പേരുള്ള സകല ശാപത്തിന്റെ കെട്ടുകളും കുരുക്കുകളും പൊട്ടിക്കുവാനിടയായിത്തീരും. അതെ, ഇതാ ആ കുറേനക്കാരനായിരിക്കുന്ന ശീമോന്റെ ശരീരം മുഴുവൻ രക്തം കൊണ്ട് നിറയപ്പെടുവാനിടയായിത്തീരും. ശരീരം മുഴുവൻ ഇപ്പോൾ രക്തമാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് നോക്കിക്കേ. ജോലി കഴിഞ്ഞ് എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് പോകുവാനായിട്ട്, വീട്ടിൽ ചെന്ന് കുട്ടികളെ കാണുവാനായിട്ടുള്ള തിടുക്കത്തിൽ ഓടിപ്പോകുന്നവനാ തൻ്റെ ജീവിതത്തിൽ ഈ യേശുവിൻ്റെ ക്രൂശൊന്ന് പൊക്കിക്കൊടുത്തത്. ക്രൂശ് പൊക്കിക്കൊടുക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്നും ഒഴുകിയിറങ്ങിയ രക്തം അവൻ്റെ ശരീരത്തിൽ ഇപ്പോൾ മുഴുവൻ, അവൻ്റെ പ്രേരണക്കാരൻ്റെ ശരീരം മുഴുവൻ ഇപ്പോൾ രക്തമംഗലമായിരിക്കുകയാണ്, മുഴുവൻ രക്തമാണ്. മറ്റുള്ളവർ ഇങ്ങനെ പറഞ്ഞു കാണും, അടുത്ത് നിൽക്കുന്നത് ഇങ്ങനെ പറഞ്ഞു കാണും, എടാ ഇവനോടൊപ്പം നീയും ശപിക്കപ്പെട്ടടാ, ഈ യേശുവിനോടൊപ്പം നീയും ശപിക്കപ്പെട്ടവനാടാ, നീയും ശപിക്കപ്പെട്ടവനാടാ. എന്നാൽ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിനെ സ്വീകരിച്ച നിങ്ങളുടെ ജീവിതത്തെ നോക്കിയിട്ട് ആരെങ്കിലും നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ് എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, ആ വാക്കിനെ നിങ്ങൾ കാര്യമായി എടുക്കേണ്ട. യേശുവിന്റെ രക്തം വീണ ഒരു വ്യക്തി പോലും, യേശുവിനെ സ്വീകരിച്ച ഒരൊറ്റ വ്യക്തി പോലും ശാപത്തിന്റെ കീഴിലല്ല, അവൻ ശാപത്തിൽ നിന്നും അവൻ അനുഗ്രഹത്തിലേക്ക് കടന്നു വരികയാണ്. അതെ, കുറേനക്കാരനായിരിക്കുന്ന ശീമോൻ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ജോലി കഴിഞ്ഞ് അപ്പുറത്തുള്ള ആ ചെറിയ കടയ്ക്കകത്ത് നിന്നും കാണുന്ന ഉണ്ടംപുരിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ച് അരയിൽ തിരികിക്കൊണ്ട് കുഞ്ഞുങ്ങളെ എങ്ങനെയും കാണണം. 2 മക്കളുണ്ട്, അലക്സാണ്ടറും രൂഫോസും എന്നാണ് അവരുടെ പേര്. ആ കുട്ടികൾക്ക് തന്നെ പ്രിയ സഹധർമ്മിണിക്ക് കൊണ്ടു കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി അത് വീട്ടിലേക്ക് കടന്നു പോകുന്നവന്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരിക്കുന്ന ആകസ്മികമായി സംഭവിച്ച ഈ ഒരു സംഭവം
സംഭവം ഉണ്ടാകുവാൻ ഇടയായിത്തീർന്നത്. ഈ ക്രൂശ് പൊക്കിക്കൊടുത്തു. അതേ കുറേനക്കാരനായിരിക്കുന്ന ശീമോൻ തൻ്റെ വീട്ടിലേക്ക് പോയി. അതേ ദൂരെ നിന്നും അതേ തൻ്റെ ഭർത്താവിനെ നോക്കി നിൽക്കുകയാണ്. അതേ ഭാര്യയും മക്കളും. അതങ്ങനെയല്ലേ, ഭർത്താക്കന്മാർ വീട് വിട്ട് പുറത്തേക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ വരുന്നൊരു സമയം ഭാര്യയ്ക്കറിയാം, മക്കൾക്കറിയാം. ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തല പുറത്തേക്കിട്ട് അടുക്കളയിൽ ജോലി ചെയ്തിട്ട് തല പുറത്തേക്കിട്ട് നോക്കും, എൻ്റെ ഭർത്താവ് വരുന്നുണ്ടോ, എൻ്റെ ഭർത്താവ് വരുന്നുണ്ടോ. മക്കൾ നോക്കും, എൻ്റെ പിതാവ് വരുന്നുണ്ടോ. ഈ ഭാര്യയ്ക്കറിയാം തന്നെ ഭർത്താവ് വരണമെന്നുള്ള ആഗ്രഹമുണ്ട്, ഭർത്താവ് വരുന്ന സമയമറിയാം, വരുന്നുണ്ടോ എന്ന്. പക്ഷേ പിള്ളേർ നോക്കുന്ന പപ്പ വരുന്നുണ്ടോ എന്ന് മാത്രമല്ല, പപ്പയുടെ കയ്യിൽ ആ പൊതിക്കെട്ട്. കാരണം ഒരു സമയം കഴിഞ്ഞു, കടന്നു വരുന്നില്ല. അതെ, മക്കൾ പറയുന്നു, പപ്പ, അമ്മ, ഇതാ പപ്പ വരേണ്ട സമയം കഴിഞ്ഞല്ലോ, അപ്പ വരേണ്ട സമയം കഴിഞ്ഞല്ലോ, എന്താ ഇതുവരെയും വരാത്തത്? കാരണം അന്നത്തെ ദിവസത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു. അന്ന് വരെ കാണാത്ത അനിഷ്ടമായിരിക്കുന്ന സംഭവങ്ങൾ നടമാടിയ ഒരു ദിനമായിരുന്നു. കാരണം ദീർഘമായിരിക്കുന്ന 3 മണിക്കൂറുകൾ സൂര്യൻ ഇതാ കണ്ണടയ്ക്കുവാൻ ഇടയായിത്തീർന്നു. 3 മണിക്കൂറുകൾ ആർക്കും പരസ്പരം കാണുവാൻ കഴിയാതെ വണ്ണം സൂര്യൻ അസ്തമിച്ചു പോകുവാൻ ഇടയായിത്തീർന്നു. സൂര്യൻ തന്റെ കണ്ണടയ്ക്കുവാൻ ഇടയായിത്തീർന്നു. അതേ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് അതെ, ഞങ്ങളുടെ അപ്പൻ എന്തെങ്കിലും സംഭവിച്ചോ, ഞങ്ങളുടെ പപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള ഒരു, എൻ്റെ ഭർത്താവിന് എൻ്റെ പപ്പയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ഭാര്യയുടെയും മക്കളുടെയും ഹൃദയത്തിനകത്ത് വലിയ പ്രയാസമുണ്ടാകുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ കാണുന്നുണ്ട്, അവരുടെ പപ്പ ദൂരെ നിന്ന് വരുന്നുണ്ട്. ആ സഹോദരി കണ്ടു, തന്റെ ഹസ്ബൻഡ്, തന്റെ ഭർത്താവ് ഇതാ കടന്നു വരുന്നുണ്ട്. അടുത്തേക്ക് വരുമ്പോൾ അവർ അലറിക്കരഞ്ഞു. കാരണം ശരീരം മുഴുവൻ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഭാര്യ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു, മക്കൾ ഓടിച്ചെന്ന്, പപ്പ, ഭർത്താവ് ഓടിച്ചെന്ന്, ഭാര്യ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അച്ഛാ, എന്താ സംഭവിച്ചത്? നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചോ? മുതലാളി ഉപദ്രവിച്ചോ? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായോ? മുതലാളി ഉപദ്രവിച്ചോ? യജമാൻ ഉപദ്രവിച്ചോ? അതേ, വഴിയിൽ വരുമ്പോൾ എന്തെങ്കിലും ആപത്തനർത്ഥങ്ങൾ ഉണ്ടായോ? അദ്ദേഹം പറഞ്ഞില്ല, ഒരാപത്തനർത്ഥങ്ങളും ഉണ്ടായില്ല. ഞാൻ വഴിയിൽ വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ വീണ് കിടക്കുന്നു. യേശു എന്ന് പറയുന്ന ആ മനുഷ്യൻ വീണ് കിടക്കുന്നു. അദ്ദേഹത്തിന്റെ മുകളിൽ കുരിശുണ്ടായിരുന്നു. ആ കുരിശ് ഉയർത്തി കൊടുത്തപ്പോൾ അതിൽ നിന്ന് പറ്റിയ രക്തമാണ്. ഒരു കാര്യം കേൾക്ക, ദൈവവേദ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തുവിന്റെ ആ ക്രൂശ് യേശു ചുമന്നു കൊണ്ടുപോകുന്ന സമയത്ത് ആ പുറകെ പോയി ഒത്തിരി പേരുണ്ട് കേട്ടോ. യേശുവിനെ ക്രൂശിക്കണമെന്ന് പറഞ്ഞ ഒത്തിരി പേരുണ്ട്. പക്ഷെ അവരുടെ ആരുടെയും ചരിത്രമോ അവരുടെ ആരുടെയും പേരുകൾ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ വേദപുസ്തകത്തിൽ കുറേനക്കാരനായിരിക്കുന്ന ഷീമോന്റെ 2 തലമുറകളുണ്ട്. ഒന്ന് അലക്സാണ്ടറും റൂഫോസുമാണ്. അവർ വല്ലവന്റെയും വയലിൽ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത ആ മനുഷ്യന്റെ ജീവിതം അന്നത്തെ ദിവസം കൊണ്ട് തിരിയുവാനിടയായിത്തീർന്നു. എങ്ങനെയാണ് തിരിഞ്ഞതെന്ന് നിങ്ങൾക്കറിയാമോ? അത് യേശു ക്രിസ്തുവിന്റെ രക്തം അവന്റെ ശരീരത്തിൽ വീഴുവാനിടയായിത്തീർന്നു. തന്റെ ഭാര്യയും മക്കളും തന്നെ വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്ന രക്തം അവരുടെ മേലും വീഴുവാനിടയായിത്തീർന്നു, സ്പർശിക്കുവാനിടയായിത്തീർന്നു. തലമുറകളായിട്ടുണ്ടായിരുന്ന ശാപത്തിന്റെ കെട്ടുകൾ അന്ന് പൊട്ടുവാനിടയായിത്തീർന്നു. വചനം പറയുന്നു, ഇനി എൻ്റെ തലമുറയ്ക്ക് എന്തെങ്കിലും ഒരു ഭാവിയുണ്ടോ എന്ന് ചോദിച്ച ആ മനുഷ്യൻ തൻ്റെ തലമുറകളും വല്ലവന്റെയും പറമ്പിൽ കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വല്ലവന്റെയും ചീത്തവിളി കേട്ട് ജീവിതം നരകതുല്യമായി ജീവിതം അവസാനിക്കുമെന്ന് ചിന്തിച്ച കുറേനക്കാരനായിരിക്കുന്ന ഷീമോന്റെ 2 തലമുറകളെയും ദൈവം അനുഗ്രഹിച്ചു. ഒരുത്തൻ ഗവർണറായി മാറി, റോമൻ സാമ്രാജ്യത്തിന്റെ ഗവർണറായി മാറി. മറ്റൊരുവൻ ദൈവസഭയുടെ ബിഷപ്പായി മാറി. പിന്നത്തേതിൽ നിങ്ങൾ പഠിക്കണം, പിന്നത്തേതിൽ അന്ന് ഈ വയലിൽ നിന്നും കയറി വന്ന കുറേനക്കാരനായിരിക്കുന്ന ഷീമോൻ ദൈവരാജ്യത്തിൽ ഒരു ഉപദേശിയായി മാറി. നിന്റെ ചരിത്രങ്ങളെ മാറ്റുന്നവനാണ് യേശു. എന്തുകൊണ്ടാണ് ഇന്ന് ഈ ദേശത്ത് ഈ കുന്നിന്റെ മുകളിൽ വന്ന് ഞങ്ങൾ ഈ ഇടത്ത് നിന്ന് സുവിശേഷം പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പ്രചോദിപ്പിച്ചത്? അതിന്റെ പിന്നിലെ കാര്യം, ഇന്ന് ഈ ശബ്ദപരിധിക്കായിരിക്കുന്ന ചില കുടുംബങ്ങളുടെ കെട്ടുകൾ ദൈവം പൊട്ടിക്കുകയാണ്. ചില തലമുറകളുടെ ബന്ധനങ്ങൾ ദൈവം അറുക്കുകയാണ്. നാളുകളായുള്ള ശാപത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടിപ്പോകട്ടെ. ഈ ദേശത്തിന്റെ മേൽ പിടിമുറുക്കിയിരിക്കുന്ന സകല പൈശാചികമായിരിക്കുന്ന മേഖലകളെയും സ്വർഗത്തിനും ഭൂമിക്കും പാതാളത്തിലും 3 ലോകങ്ങളിലും അധികാരമുള്ള നസ്രയനായിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിലവയെ പരസ്യമായ കാഴ്ചയാക്കി മാറ്റി അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടിയ നസ്രയനായിരിക്കുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല പൈശാചിക മണ്ഡലങ്ങളെയും യേശുവിൻ നാമത്തിൽ ബന്ധിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ദേശം സ്വതന്ത്രമാകട്ടെ. ഈ ദേശത്തിന്റെ മേൽ ഒരു ആത്മീയ നവോത്ഥാനത്തെ ഞാൻ പുറപ്പെടുവിക്കുകയാണ്, ഒരു ആത്മീയ ഉണർവിനെ പുറപ്പെടുവിക്കുകയാണ്. പിശാചിന്റെ അധികാരങ്ങളെ ബന്ധിക്കുകയാണ്. ഏക
മനുഷ്യന്റെ ലംഘനത്താൽ മരണമായ ഏക മനുഷ്യൻ നിമിത്തം വന്നുവെങ്കിൽ ഏകന്റെ അനുസരണത്തിനാൽ സകല മനുഷ്യരും കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധിയിൽ ജീവനിൽ വാഴുമെന്ന ദൈവത്തിന്റെ വചനത്താൽ യേശുവിന്റെ നാമത്തിൽ ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ വാണരുടെ സകല പൈശാചിക മണ്ഡലങ്ങളും യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. സ്വർഗീയ മാലാഖമാർ ബന്ധിച്ച് അവയെ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ കീഴിൽ കൊണ്ടുപോകാൻ ഞാൻ കൽപ്പിക്കുകയാണ്. ദേശത്തിന്റെ മേൽ ഒരു ആത്മീയ നവോത്ഥാനത്തെ ഉണർവിനെ പ്രഖ്യാപിക്കുന്നു. കുടുംബങ്ങൾ രക്ഷപ്പെടട്ടെ, മക്കൾ രക്ഷപ്പെടട്ടെ, തലമുറകൾ രക്ഷപ്പെടട്ടെ. ഈ ശബ്ദം കേട്ട ഓരോ പ്രിയപ്പെട്ടവരെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. രോഗികളെ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, വാതിലുകൾ തുറക്കപ്പെടട്ടെ, ആവിചാര മന്ത്രവാദ ശുദ്രപ്രയോഗ ശക്തികൾ യേശുവിൻ നാമത്തിൽ തകർക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിനെ ഞാൻ ഇടത്തേക്ക് അനുവദിക്കുകയാണ്. ഇടത്ത് ആത്മീയ നവോത്ഥാനങ്ങൾ ഉണ്ടാവട്ടെ. യേശുവിൻ നാമത്തിൽ യഹോവയുടെ വാതിലുകൾ തുറന്നതുപോലെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. എഫെസോസ് പട്ടണം ഉണർവിന്റെ വേദിയായി മാറിയതുപോലെ ഈയിടെ ഒരു ഉണർവിന്റെ വേദിയായി ഞാൻ പ്രഖ്യാപിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ജോൺ വെസ്ലി കടന്നു ചെന്ന ഇടങ്ങൾ ഉണർവുണ്ടായി, ചാൾസ് ഫിന്നി കടന്നു ചെന്ന ഇടങ്ങൾ ഉണർവുണ്ടായി. അതിനാൽ ഈയിടത്ത് ഉണർവിനെ ഞാൻ പ്രഖ്യാപിക്കുന്നു. 10 കിലോമീറ്റർ ചുറ്റളവിൽ ദൈവപരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഉണ്ടാകട്ടെ. 30 കിലോമീറ്റർ ചുറ്റളവിൽ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം ഉണ്ടാകട്ടെ. പിതാവേ, അവിടുത്തെ രക്തത്തിൽ മറയും, ദൂതന്മാരുടെ കാവലിൽ ഞങ്ങൾ മറയുന്നു. പ്രത്യേകമായ സ്വർഗീയ സംരക്ഷണത്തിനകത്ത് ഞങ്ങളിപ്പോൾ മറയുന്നു. രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാവട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ.